സർ, ഈ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ കേസ് വളരെ രീതിയിൽ നമ്മുടെ സമൂഹത്തിൽ ചർച്ചയാകുന്ന ആ ഒരു പശ്ചാത്തലത്തിലാണ് ഞാൻ ഈ ചോദിക്കുന്നത്. ഈ ഒരു പ്രണയബന്ധത്തിൽ ഏർപ്പെടുക, വിവാഹ വാഗ്ദാനം നൽകുക, ഉഭയസമ്മതപ്രകാരം ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുക, പിന്നീട് ആ ബന്ധം പിരിഞ്ഞു, പിന്നീടൊരു സുപ്രഭാതത്തിൽ ഈ സ്ത്രീ ഒരു ആക്ഷേപവുമായി കോടതിയെ സമീപിക്കുന്നു, അല്ലെങ്കിൽ പോലീസിനെ സമീപിച്ചിട്ട് പറയുന്നു, അദ്ദേഹം എനിക്ക് അല്ലെങ്കിൽ അയാൾ എനിക്ക് വിവാഹ വാഗ്ദാനം നൽകി എന്നെ ശാരീരികമായി ദുരുപയോഗം ചെയ്തു. ഈ പരാതിക്കാരിയുടെ ഐഡൻറ്റിറ്റി വെളിവാകുന്നില്ല. ഈ ആരോപണ വിധേയനായ ആൾ സമൂഹ മധ്യത്തിൽ അയാളുടെ വ്യക്തിത്വം അപമാനിക്കപ്പെടുന്നു. അപ്പോൾ പരസ്പര സമ്മതപ്രകാരം ഒരു പ്രണയബന്ധത്തിൻ്റെ തീവ്രതയിൽ ശാരീരിക ബന്ധം ഏർപ്പെടുന്നു, പിന്നീട് ഒരാൾ അതിൽ വാദിയായി മാറുന്നു. ഇത് നിയമപരമായി ഇതിൻ്റെ സാധുത എന്താണ്? ഇത്തരത്തിലൊരു പരാതി ഉന്നയിക്കപ്പെട്ടാൽ ഈ ആരോപണ വിധേയനായ ആൾ ശിക്ഷിക്കപ്പെടാനുള്ള സാധ്യതയുണ്ടോ? നമ്മളെപ്പോഴും നമ്മുടെ നിയമത്തിലെപ്പോഴും സ്ത്രീകൾക്കാണ് പ്രൊട്ടക്ഷൻ കൂടുതലായി ലഭിക്കുന്നത്. നമ്മുടെ നിയമത്തിൽ തന്നെ ഇപ്പം പുതിയ നിയമ സംവിധാന പ്രകാരവും പഴയ നിയമ സംവിധാന പ്രകാരവും എല്ലാം സ്ത്രീകളുടെ അവകാശങ്ങളെയും സ്ത്രീകളുടെ വികാരങ്ങളെയും സ്ത്രീകളുടെ അന്തസ്സിനെയും ആത്മാഭിമാനത്തെയും മാനത്തെയും എല്ലാം അമിതമായി പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു നിയമ സംവിധാനമുള്ള രാജ്യമാണ് ഇന്ത്യ. അപ്പോൾ സ്വാഭാവികമായിട്ടൊരു ചോദ്യം ഉണ്ടാവും, ഈ പുരുഷന്മാരെന്താ തവിട് കൊടുത്ത് വാങ്ങിയതാണ്? അതല്ല, നമ്മളപ്പോഴും ഒരു കാര്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. സ്ത്രീകൾക്ക് നമ്മളെപ്പോഴും നമ്മുടെ രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥ സ്ത്രീകൾക്ക് ഒരു വലിയ പരിഗണനയാണ് കൊടുക്കുന്നത്. അത് തെറ്റാണെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. പക്ഷേ പലപ്പോഴും ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത്തരത്തിലുള്ള നിയമ സംവിധാനങ്ങൾ കൊണ്ട് സ്ത്രീകളെ ഒരുപാട് നിയമപരമായി സംരക്ഷിക്കുമ്പോൾ പലപ്പോഴും ഇതിനെ തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ട് അല്ലെങ്കിൽ ശത്രുതയ്ക്ക് വേണ്ടിയൊക്കെ സ്ത്രീകൾ പലപ്പോഴും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പലപ്പോഴും ദുർവിനിയോഗം ചെയ്യുന്നുണ്ട് എന്നുള്ളതൊരു സത്യമാണ്. യഥാർത്ഥത്തിൽ നമ്മൾ അതിൻ്റെ മറുവശം കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ, ജെനുവിനായ സ്ത്രീകൾക്ക് പലപ്പോഴും നീതി കിട്ടുന്നില്ല. അതാണ് സത്യം. അതായത് ജെനുവിനായ ഒരു പീഡനത്തിനിരയാവുന്ന ഒരു സ്ത്രീ പെട്ടെന്നൊരു മാധ്യമങ്ങളെ കാണാനോ ഒരു പരാതി കൊടുക്കാനോ ഒന്നും പെട്ടെന്ന് തയ്യാറാവത്തില്ല. പലപ്പോഴും ഇത് ശത്രുത തീർക്കാൻ വേണ്ടിയും ഇപ്പം നമ്മൾ ഇന്ത്യൻ പീനൽ കോഡിൽ പഴയ ഇന്ത്യൻ പീനൽ കോഡ് അല്ലെങ്കിൽ പുതിയ നിയമ സംവിധാന പ്രകാരമുള്ള 498 എന്ന് പറയുന്ന പഴയ സെക്ഷൻ സ്ത്രീധന പീഡന നിരോധന നിയമം, യഥാർത്ഥത്തിൽ ഈ സ്ത്രീധന പീഡന നിരോധന നിയമം ഏറ്റവും കൂടുതൽ മിസ്യൂസ് ചെയ്യപ്പെടുന്ന ഒരു ഒഫൻസാണ്. പിന്നെ റേപ്പ്, അതുപോലെ തന്നെ സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നുള്ള പരാതി, ഇത്തരത്തിലുള്ള പരാതികളിലൊക്കെ പോലീസ് പലപ്പോഴും ഒരു പരാതി കിട്ടിയാൽ അപ്പോൾ തന്നെ FIR രജിസ്റ്റർ ചെയ്യുന്നതിലേക്കാണ് പലപ്പോഴും കിടക്കുന്നത്. എനിക്ക് തന്നെ അറിയാവുന്ന ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. പലപ്പോഴും യഥാർത്ഥത്തിൽ ഒന്നും കാണില്ല, ഒരു സംഗതിയും കാണില്ല. ഒരു ഭർത്താവിനോട് ഭാര്യയുടെ ഒരു വഴിവിട്ട ബന്ധം, എനിക്കറിയാവുന്ന ഒരുപാട് കേസിലുണ്ട്. ഭാര്യയ്ക്ക് ഒരു വഴിവിട്ട ബന്ധം ഉണ്ടാകുന്നു, ഭർത്താവ് ഈ ബന്ധത്തെ ചോദ്യം ചെയ്യുന്നു. ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം ഈ ബന്ധത്തെപ്പറ്റി പറഞ്ഞുകൊണ്ടൊരു പരാതിയിലേക്കല്ല, ഞാൻ ഭർത്താവ് മൊത്തം ജീവിച്ച് കഴിയുകയാണ്, എനിക്കൊരു കുട്ടികളാണ് അല്ലെ 2 കുട്ടികളാണുള്ളത്, എനിക്ക് അയലൊക്കത്തെ തൊട്ട് മുമ്പിലത്തെ വീട്ടിലെ ഡ്രൈവറായ അല്ലെങ്കിൽ ഞാൻ ചന്തയിൽ വെച്ച് പരിചയപ്പെട്ട അല്ലെ ഇന്നാരുമായിട്ട് എനിക്കൊരു പ്രണയം ഉണ്ടായി, അതുകൊണ്ട് അതിനെ ചോദ്യം ചെയ്ത് എൻ്റെ ഭർത്താവ് എന്നെ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞുകൊണ്ടൊരു കേസ് കൊടുക്കാൻ ഒരു സ്ത്രീക്ക് പറ്റത്തില്ല. അപ്പോൾ അവൾ ചെയ്യുന്നത് എന്താണ്? പലപ്പോഴും ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ ഭർത്താവ് എന്നെ സ്ത്രീധനം ചോദിച്ച് ശാരീരികമായും മാനസികമായും നിരന്തരമായി പീഡിപ്പിക്കുന്നു, കഴിഞ്ഞ ദിവസവും രാത്രിയിൽ വന്നിട്ട് ഭർത്താവ് എന്നെ അമിതമായി മദ്യപിച്ച് എന്നെ കുനിച്ചു നിർത്തി തലക്കിടിച്ചു, എൻ്റെ കഴുത്ത് ജനിച്ച് കൊല്ലാൻ ശ്രമിച്ചു, എന്നെ മാരകായുധങ്ങൾ കാട്ടി ഭീഷണിപ്പെടുത്തി എന്ന് പറഞ്ഞല്ലേ കേസെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത്തരത്തിൽ ഇവർ പോകുമ്പോൾ അത്തരത്തിൽ പരാതികളാണ് കൂടുതലായി ഉണ്ടാകുന്നത്. പിന്നെ അത് കുടുംബത്തിലെ പ്രശ്നത്തെപ്പറ്റി, പുറത്തുള്ള പ്രശ്നങ്ങളെ പറ്റി പറഞ്ഞാൽ പലപ്പോഴും ഈ ജെനുവിനായി ഒരു പെൺകുട്ടിയും ഒരു പുരുഷനും സ്ത്രീയും അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയും ആൺകുട്ടിയും തമ്മിൽ പലപ്പോഴും സ്നേഹമാവുന്നു, അവർ കുറച്ചു കാലം പരസ്പരം ബന്ധത്തിൽ പോകുന്നു. അതിനുശേഷം ഇതിൽ നിന്ന് ഒന്നുകിൽ പുരുഷൻ പിന്നോട്ട് മാറിയാലാണ് സ്ത്രീ എപ്പോഴും അഗ്രസീവായി പരാതിയിലേക്ക് പോകുന്നത്. പക്ഷേ സ്ത്രീ പിന്നോട്ട് മാറിയാൽ പുരുഷൻ അവിടെ യാതൊരു ഓപ്ഷനുമില്ല. അപ്പം അത് ഒരു വശത്ത് നിൽക്കുന്നുണ്ട്. പിന്നെ എൻ്റെ ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയിലല്ല, ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എൻ്റെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ, കഴിവതും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇത് പൊള്ളുന്ന വിഷയമായതുകൊണ്ട് കഴിവതും തൊട്ടാൽ പൊള്ളുന്ന വിഷയമാണ്. അതുകൊണ്ട് കഴിവതും നമ്മുടെ ആത്മാഭിമാനമുള്ളവനോ മാനത്തെയോ പറ്റി ഭയമുള്ളവനോ പലപ്പോഴും ഇത് കരുതി സൂക്ഷിച്ചു മാത്രം നിൽക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ പലപ്പോഴും ഇത്തരത്തിലുള്ള പരാതികൾ കൊടുക്കുന്ന സ്ത്രീകൾ അവരുടെ
അന്തസ്സോ സമൂഹത്തിലുള്ള അവരുടെ മാന്യതയോ അവരുടെ പശ്ചാത്തലമോ ഒന്നും പലപ്പോഴും ട്രയലിൽ ചിലപ്പോൾ കോടതികൾ പരിഗണിച്ചേക്കാം. കാരണം ഓരോ ജഡ്ജിയുടെയും ഓരോ മാനസികാവസ്ഥയാണല്ലോ. പക്ഷെ പലപ്പോഴും ജാമ്യത്തിലോ അല്ലെങ്കിൽ അന്വേഷണ ഘട്ടത്തിലോ ഒന്നും ഇത് സ്വാധീനിക്കപ്പെടുന്നില്ല. പിന്നെ അന്വേഷണ ഘട്ടത്തിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ അടുത്തോട്ടാണ് ഈ സ്ത്രീ പരാതിയുമായിട്ട് ചെല്ലുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും കാണാൻ സുന്ദരിയാണ് അല്ലെങ്കിൽ കാണാൻ കൊള്ളാവുന്ന ഒരു സ്ത്രീയാണെങ്കിൽ അവിടെ ഈ പറയുന്ന ഈ പുറത്തുള്ള കാമുകനേക്കാട്ടിൽ അപകടകാരിയാണ് അകത്തുള്ള ഈ സംരക്ഷകൻ എന്ന് പറഞ്ഞ് നടക്കുന്ന കാക്കിയിട്ടവൻ. അവൻ ഇതിനെ എങ്ങനെ എനിക്കറിയാവുന്ന ചില പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട്. ഇപ്പോഴും ലോ ആൻഡ് ഓർഡർ ജോലി ചെയ്യുന്ന, മുമ്പ് ലോ ആൻഡ് ഓർഡർ ജോലി ചെയ്തിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ പലരുമുണ്ട്. ഈ ഫാമിലി കോടതി കേസിനകത്ത് വരുന്ന സ്ത്രീകളെ പ്രത്യേക കരുതൽ കൊടുത്ത്, ഭയങ്കരമായി കരുതൽ കൊടുത്ത്, അല്ലെങ്കിൽ സ്ത്രീ പിന്നെ ഇത്തരത്തിലുള്ള പീഡന പരാതികളുമായിട്ടൊക്കെ വരുന്ന സ്ത്രീകളോട് ഭയങ്കര സ്നേഹമാണ് അവർക്ക് ഒരു കൊലപാതകം ഉണ്ടായാലോ ഒരു പോക്സോ കേസ് ഉണ്ടായാലോ കാണിക്കുന്ന ജാഗ്രതയെക്കാട്ടിൽ കൂടുതൽ ജാഗ്രത കാണിച്ചുകൊണ്ട് ഈ സ്ത്രീകളെ അവരുടെ കയ്യിലാക്കി പിന്നീട് അവരുടെ സ്വന്തമാക്കി മാറ്റുന്ന ഒരു പറ്റം പോലീസ് ഉദ്യോഗസ്ഥന്മാർ നമ്മുടെ സമൂഹത്തിൽ ഒരുപാടുണ്ട്. പക്ഷെ നമ്മളിതൊന്നും ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ് സത്യം. പലപ്പോഴും ഇത്തരത്തിലുള്ള നിരവധി സംഭവങ്ങളും പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമെന്ന് പറഞ്ഞാൽ കഴിവതും ഇപ്പം ചോദ്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ പുരുഷന്മാർ പലപ്പോഴും ഇതിൽ പ്രതിയാക്കപ്പെടുന്ന പുരുഷന്മാർ സമൂഹത്തിൽ അപമാനിതരാവുകയും സ്ത്രീകൾ പലപ്പോഴും അവർക്ക് യാതൊരു തരത്തിലുള്ള നഷ്ടം സംഭവിക്കാതിരിക്കുകയും ചെയ്യുന്നതാണ്. ഇതിൻ്റെ എല്ലാം ഇത് ഒരു അടിസ്ഥാനം, ആ സംശയം ഇപ്പോഴും എൻ്റെ മനസ്സിൽ ഇങ്ങനെ കിടക്കുകയാണ്. അതായത് ഉഭയസമ്മതപ്രകാരം ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ അതിൻ്റെ കുറ്റം, അതിൻ്റെ പാപഭാരം ഒരാൾ മാത്രം ചുമക്കുക, അത് കോടതി വഴി സ്ഥാപിച്ച് കിട്ടുമോ? അങ്ങനെ ഒരു പരാതി വന്നാൽ ഈ പ്രതി എന്ന് ആരോപിക്കപ്പെടുന്ന പുരുഷൻ ശിക്ഷിക്കപ്പെടാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട്? നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ ഒരു പെൺകുട്ടിയോട് ഒരു പുരുഷൻ സ്നേഹമാവുകയും അവർ തമ്മിൽ പരസ്പരം ഒരുപാട് കാലം സ്നേഹത്തിൽ പോവുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ പെൺകുട്ടിക്ക്, നമ്മളതിൻ്റെ മറുവശമാണ് പറഞ്ഞത്, ഈ പെൺകുട്ടിക്ക് പുരുഷനൊരു വിശ്വാസം ജനിപ്പിക്കുമ്പോൾ ചിലപ്പോൾ ഈ പുരുഷൻ വിളിച്ചാൽ എവിടെ വേണമെങ്കിലും പോകാൻ ഈ പെൺകുട്ടി തയ്യാറാവും. മനുഷ്യനാണ്, സ്വാഭാവികമായിട്ടും വിശ്വാസം അതല്ലേ എല്ലാം. അപ്പം നമ്മൾ ഈ പറയുന്ന പെൺകുട്ടി ചിലപ്പോൾ ഈ പുരുഷനോടൊപ്പം എവിടെയും പോകുന്നു. അപ്പോൾ അത്തരത്തിൽ ശാരീരിക ബന്ധം ഉണ്ടാകുന്നു. അത് പലപ്പോഴും നമുക്ക് വേണമെങ്കിൽ ചതിച്ചും അത്തരത്തിലുള്ളൊരു ബന്ധത്തിലേക്ക് എത്തിക്കാൻ പറ്റും. ഇപ്പോൾ ഈ ചതിച്ചാണോ ഈ ബന്ധത്തിലേക്ക് എത്തിക്കുന്നത്, അതോ ഇത് കുറച്ചു കാലം ഫ്രീക്വൻ്റായി ഉള്ള ഇവർ തമ്മിലുള്ള കോണ്ടാക്റ്റ് കൊണ്ട് അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള പരസ്പരമുള്ള ഒരു ഐക്യം കൊണ്ട് ഉണ്ടാവുന്നതാണോ എന്നും നമുക്ക് പലപ്പോഴും അതിനെ നിയമത്തിൽ കൂടിയോ അല്ലെങ്കിൽ ഇവർക്ക് രണ്ടുപേർക്കും മാത്രമേ യഥാർത്ഥത്തിൽ അറിയത്തുള്ളൂ. നമുക്ക് അങ്ങനെ ഒരു നിർവചനം ഇതിനകത്ത് സാധ്യമല്ല. അതുകൊണ്ട് പലപ്പോഴും കോടതികൾ ഇക്കാര്യത്തിൽ ജാഗ്രത കാണിക്കാറുണ്ട്. കാരണം ഇതിനെ കോടതികൾക്ക് പോലും, കോടതിയിൽ വാദിയും പ്രതിയുമായി, പ്രതിക്ക് പറയാനുള്ള അവകാശം വക്കീൽ വഴി കോടതി കേസ് നടത്താൻ മാത്രമേ പറ്റത്തുള്ളൂ. വാദി പറയുന്നതിനെ വിശ്വസിക്കാൻ മാത്രമേ പലപ്പോഴും കോടതികൾക്ക് പലപ്പോഴും കഴിയത്തുള്ളൂ. അപ്പം അതുകൊണ്ട് ഇത്തരത്തിലുള്ള കേസ് സ്വാഭാവികമായിട്ടും ഒരു നല്ല ആസൂത്രണത്തോടുകൂടി ഇത്തരത്തിലുള്ളൊരു ബലാത്സംഗ കേസോ സ്ത്രീ പീഡന കേസോ ഒക്കെ സൃഷ്ടിക്കപ്പെട്ടാൽ അല്ലെങ്കിൽ എഴുതി തയ്യാറാക്കി കഴിഞ്ഞാൽ പലപ്പോഴും അതിനകത്തിലെ പ്രതികൾക്ക് രക്ഷപ്പെടാനുള്ള പഴുതുകൾ വളരെ കുറവാണെന്നുള്ളതാണ് യാഥാർത്ഥ്യം. മുകേഷ് MLA ക്കെതിരെയുള്ള ആക്ഷേപം 2011 മറ്റോ ഒരു സിനിമാ സെറ്റിൽ നടന്ന ഒരു സംഭവം, അതിനെക്കുറിച്ച് അതൊരു ലൈംഗിക ആരോപണം അല്ലെങ്കിൽ അതൊരു പീഡനമാണെന്ന് ഈ പരാതിക്കാരിക്ക് ബോധോദയം ഉദിച്ചത് ഈ അടുത്ത കാലത്താണ്. അപ്പോൾ ഈ ഒരു ടൈം ഗ്യാപ്പ് അത് കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടില്ല? അതായത് എന്നോ നടന്നൊരു സംഭവത്തെക്കുറിച്ച് ഇപ്പോൾ ആക്ഷേപം ഉന്നയിക്കപ്പെടുക, അതിൻ്റെ ഒരു സാധ്യത എത്രത്തോളമാണ്? പലപ്പോഴും അത്തരത്തിലുള്ള കേസുകൾ ഒരുപാട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് വർഷങ്ങൾക്ക് ശേഷമുള്ള. അത് കേസിൽ ഒരു പരിധിവരെ കേസിന് തെളിവുകൾ സമാഹരിക്കുന്നതിനോ അല്ലെങ്കിൽ കേസിൻ്റെ സാക്ഷികളെ മൊഴികൾ കൃത്യമായി രേഖപ്പെടുത്തുന്നതിനൊക്കെ തടസ്സമാണെങ്കിൽ പോലും നമ്മുടെ നിയമ സംവിധാന പ്രകാരം ഒരിക്കലും ഒരു പരാതി വൈകി കൊടുത്തു എന്നുള്ളത് കൊണ്ട് ആ വാദിയുടെ അവകാശങ്ങൾ അല്ലെങ്കിൽ ആ പീഡനത്തിന് ഇരയായ സ്ത്രീയുടെ അവകാശങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടുന്നില്ല. പലപ്പോഴും വിചാരണ ഘട്ടത്തിൽ ചിലപ്പം അത് പ്രതിക്ക് അനുകൂലമായി മാറിയേക്കാം. പക്ഷേ ഒരു കേസെടുക്കുന്നതിനോ പ്രതിയുടെ അറസ്റ്റിലേക്ക് പോകുന്നതിനോ കേസിൻ്റെ അന്വേഷണത്തിൻ്റെ തുടർ ഘട്ടങ്ങളിലേക്ക് പോകുന്നതിനോ ഒരിക്കലും അതൊരു തടസ്സമായി മാറുന്നില്ല എന്നുള്ളതാണ് പലപ്പോഴും. നമ്മുടെ ഭരണഘടന എല്ലാ പൗരന്മാർക്കും തുല്യ അവകാശവും നീതിയാണ് വാഗ്ദാനം ചെയ്യുന്നത്. പക്ഷേ ഇത്തരം കേസുകളിൽ മാത്രം ഈ പുരുഷന്മാർക്ക് മാത്രം ഈ സകല ബാധ്യതയും വരുന്നു. അതിലൊരു ആശയക്കുഴപ്പമുണ്ടെന്നാണ് എനിക്ക് വ്യക്തിപരമായ അഭിപ്രായം. അത് യഥാർത്ഥത്തിൽ അത്തരത്തിലുള്ള സംഗതി കൊണ്ടുണ്ടാകുന്ന ഒരു വലിയ ട്രാജഡി എന്താണെന്ന് ചോദിച്ചാൽ, യഥാർത്ഥത്തിൽ പീഡനം അനുഭവിക്കുന്ന, യഥാർത്ഥത്തിൽ ഭർത്തൃപീഡനം അനുഭവിക്കുന്ന സ്ത്രീകളെയും യഥാർത്ഥത്തിൽ ബലാത്സംഗത്തിന് ഇരയാകുന്ന, ചതിച്ച് പ്രണയക്കുരുക്കിൽപ്പെടുത്തി ബലാത്സംഗമോ അല്ലെങ്കിൽ അതുപോലുള്ള ശാരീരികമായ അതിക്രമങ്ങളോ ഉണ്ടാകുന്ന സ്ത്രീകളെയും തമ്മിൽ വേർതിരിച്ച് എടുക്കാൻ
പലപ്പോഴും കോടതികൾക്ക് സാധിക്കാതെ വരുന്നു എന്നുള്ളതാണ്. അപ്പം ജെനുവിനായ സ്ത്രീകൾക്ക് യഥാർത്ഥത്തിൽ സ്ത്രീകൾക്കാണ് ഈ താങ്കളുടെ ഈ ചോദ്യം ദോഷം ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ അതിൻ്റെ ഉത്തരം എന്താണെന്ന് ചോദിച്ചാൽ, ജെനുവിനായ സ്ത്രീകൾക്ക് പലപ്പോഴും നീതി നിഷേധിക്കാൻ മാത്രമേ ഇത്തരത്തിലുള്ള കള്ളപ്പരാതികൾ ഉണ്ടാകുമ്പോൾ അതാണ് സംഭവിക്കാൻ പോകുന്നത്. കാരണം കോടതികൾക്ക് പലപ്പോഴും ഇപ്പം പഴയ സ്ത്രീധന പീഡന നിരോധന നിയമം എന്ന് പറയുമ്പോൾ കോടതികൾക്ക് തന്നെ ഒരു സംശയത്തിന് നിഴലിലാണ് കാണുന്നത്. കാരണം ഒരു ഗ്രാം സ്വർണം പോലും പിന്നെ ഇല്ലാതെ ചിലപ്പോൾ പ്രണയവിവാഹം കഴിച്ച് പോകുന്ന സ്ത്രീ പെൺകുട്ടിയാണെങ്കിൽ പോലും അവൾ ഭർത്താവുമായിട്ട് തെറ്റിക്കഴിയുമ്പോൾ അവൾ കൊടുക്കുന്ന പരാതിക്കകത്തിൽ അവൾ പറയുന്ന 50 പവനും 75 പവനും വെച്ചാണ് പരാതി കൊടുക്കുന്നത്. യഥാർത്ഥത്തിൽ ഒരു സ്ത്രീയുടെ സ്വഭാവ ദൂഷ്യത്തിൻ്റെ പുറത്തൊരു ഭർത്താവ് ഒരു ഭാര്യയെ ഒഴിവാക്കാൻ ശ്രമിച്ചാലും അവൾ പറയുന്നത് സ്ത്രീധന പീഡനമാണ് പറയുന്നത്. അപ്പം പിന്നെ ഈ അങ്ങോട്ട് ഹണി ട്രാപ്പിൽ പെടുത്തുന്ന ഒരു യുവാവിനെ അല്ലെങ്കിൽ ഒരു പുരുഷനെ ഹണി ട്രാപ്പിൽ പെടുത്തുന്ന ഒരു സ്ത്രീക്കും അവൾ പറയുന്നത് എന്നെ ലൈംഗികമായി എന്നെ പ്രണയം നടിച്ച് എന്നെ വശീകരിച്ച് എന്നെ ഹോട്ടൽ റൂമിൽ കൊണ്ടുപോയി എന്നെ നിർബന്ധിച്ച് ഞാൻ എതിർത്തു, ഉച്ചത്തിൽ നിലവിളിച്ചു, എന്നെ ബലാത്സംഗം ചെയ്തു എന്നാണ് പറയുന്നത്. പലപ്പോഴും ഇവിടെ മാറേണ്ടത് ആരാണ്? നിയമ സംവിധാനമല്ല മാറേണ്ടത്, സ്ത്രീകളുടെ ഇത്തരത്തിലുള്ള കള്ളപ്പരാതികൾ കൊടുക്കാനുള്ള പ്രവണതകൾ. ഇത് കൊള്ളാവുന്ന കുടുംബത്തിൽപ്പെട്ട പെൺകുട്ടികളാരും തന്നെ ഇത്തരത്തിൽ കള്ളപ്പരാതികൾ കൊടുക്കാൻ, നമ്മൾ കൊള്ളാവുന്ന കുടുംബം എന്ന് പറഞ്ഞാൽ അതിന് സാമ്പത്തികമായ സ്ഥിതിയോ അല്ലെങ്കിൽ സാമൂഹികമായ അവസ്ഥയോ അല്ല. ഒരു നല്ല അച്ഛൻ്റെയും അമ്മയുടെയും മകൾ ഒരിക്കലും ഇത്തരത്തിലുള്ള പരാതികൾ കൊടുക്കാൻ ഒരിക്കലും തയ്യാറാവത്തില്ല. പിന്നെ പണ്ടൊക്കെ സമൂഹം ഇത്തരത്തിലുള്ള പരാതികൾ കൊടുക്കുന്ന സ്ത്രീകളോടൊരു അവമതിപ്പ് കാണിച്ചിരുന്നു. പക്ഷേ ഇപ്പം സമൂഹം ഇത്തരത്തിലുള്ള സ്ത്രീകൾ കാണിക്കുമ്പോഴും അവരോട് അവമതിപ്പ് കാണിക്കാനോ അവരെ അകറ്റി നിർത്താനോ സമൂഹം തയ്യാറാവുന്നില്ല. കുഴപ്പക്കാരിയാണെന്ന് അറിഞ്ഞാൽ പോലും സമൂഹം അവരെ ഇപ്പോൾ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടാണ് പലപ്പോഴും. പിന്നെ നമ്മളിപ്പോൾ എത്ര ചർച്ച ചെയ്താലും പുരുഷന്മാർ ഇക്കാര്യത്തിൽ കരുതുക എന്നുള്ളതല്ലാതെ ഇതിനപ്പുറത്തേക്ക് യാതൊരു നിയമപരമായൊരു സംരക്ഷണം പുരുഷന് കിട്ടുമെന്നോ അല്ലെ ഇത്തരത്തിൽ വ്യാജ പരാതികൾ സ്ത്രീകൾ കൊടുക്കുന്നത് കൂടുതൽ കൊണ്ട് നാളെ പുരുഷന്മാരെയെല്ലാം കോടതികൾ വിശുദ്ധരായി പ്രഖ്യാപിക്കുമെന്നൊന്നും നമുക്ക് കരുതാൻ പറ്റില്ല. കഴിവതും നമ്മുടെ പ്രേക്ഷകരോട് കൊടുക്കാൻ പറ്റുന്ന ഒരു ഉപദേശം, കഴിവതും നിങ്ങൾ കരുതിയും സൂക്ഷിച്ചുമൊക്കെ ഇനിയുള്ള കാലം മുന്നോട്ട് പോയാൽ ഒന്ന് വീണാൽ മുള്ളിന് തന്നെ ആയിരിക്കും കേട്. അതെ, മുള്ളിന് ഇലയ്ക്കല്ല കേട്, മുള്ളിനാണ്. ആ ഇലയ്ക്ക് കേടെന്നുള്ള കൺസെപ്റ്റ് മാറി മുള്ളിന് കേട് എന്നുള്ള മട്ടിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ഓക്കെ, താങ്ക് യു.